ഞാൻ വെളിവാക്കണ്ട എന്ന് കരുതിയിരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ സാധാരണഗതിയിൽ എനിക്കൊരു ഊമക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഇഗ്നോർ ചെയ്യും. കാരണം ഊമക്കത്ത് അയക്കുന്നവന്മാർ ധൈര്യമില്ലാത്തവന്മാരാണ്. ഒരു പേര് വെച്ച് സ്വന്തമായിട്ട് പേര് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ അറിയാൻ വയ്യാത്തവന്മാരാണെന്നുണ്ടെങ്കിൽ ഞാനത് ഗവനിക്കാറില്ല. പണ്ടും എൻ്റെ സ്റ്റാഫിനെതിരെയൊക്കെ പലപ്പോഴും ഞാൻ ജോലിയിലിരിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഊമക്കത്തുകൾ അയക്കുമ്പോൾ ചിലതിനകത്ത് ചിലത് ശരിയായ സംഭവങ്ങളും ഉണ്ടായും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ വായിക്കാതിരിക്കുന്നില്ല, വായിക്കും. ഇഗ്നോർ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങ് കളയേണ്ടതാണെങ്കിൽ ഞാൻ എടുത്തങ്ങ് ചവറ്റുകൊണ്ടേ കളയും. ഞാനൊന്നും ചെയ്യാറില്ല. കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഇതേപോലെ അഡ്വക്കേറ്റ് കെ രാമകുമാർ, നമ്മുടെ രാംകുമാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ സീനിയർ ലോയറാണ് കേരള ഹൈക്കോടതിയിൽ. അദ്ദേഹം അയച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരു കവറിനകത്ത് ഒരു കത്ത് എനിക്കിതുപോലെ ഒരു ലെറ്റർ കിട്ടി. ഒരു 5-6 പേജുകളുള്ളതാണ്. അത് ഹൈക്കോടതിയിലെ കുറച്ച് ജഡ്ജിമാരെക്കുറിച്ച് എഴുതിയേക്കുന്ന വിവരങ്ങളാണ്. അത് സത്യസന്ധമാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയാൽ ചിലരുടെ കഴിവിനെക്കുറിച്ചൊക്കെ ഉള്ളത് അസസ് ചെയ്താൽ അതിനകത്ത് ഏതാണ്ട് കഴമ്പുള്ള കാര്യവുമാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും പോയില്ല. അത് അദ്ദേഹം അയച്ചു. പക്ഷേ അതിനകത്ത് അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല, ഒന്നുമില്ല. അതിനകത്ത് താഴെ വേറെ ഒന്നുമില്ല. കത്തിനകത്ത് കവറിൻ്റെ പുറത്ത് ഒരു 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 സ്ലിപ്പ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ രാമകുമാർ, സംതൃപ്തി, കളത്തിപ്പറമ്പ് ക്രോസ് റോഡ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അഡ്രസ്സ് ആണെന്ന് തോന്നുന്നു. അതിൽ അടിച്ചു വച്ചിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സ് വളരെ കറക്റ്റായിട്ട്, ഇത് അറിയാവുന്നവർ തന്നെയാണ്, വളരെ ശരിയായ രീതിയിൽ അത് അടിച്ചു വച്ചിട്ടുണ്ട്. ഇതേതോ അഭിഭാഷകരാണെന്നുള്ളത് ഉറപ്പാണ് ആ എഴുത്ത് കിട്ടിയതും. ഇനി അതേപോലെ അത് കുറേ നാളായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കുറേ നാളായിട്ട് ഇത് വരാറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറില്ല. ഈ 5-ാം തീയതി, അതായത് ഈ മാസം 5-ാം തീയതി, അതായത് ഈ ദിലീപിനെതിരെയുള്ള കേസ്, ദിലീപിനും മറ്റ് പ്രതികൾക്കും എതിരെയുള്ള കേസിൻ്റെ വിധി പറയുന്നത് 8-ാം തീയതിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള 5-ാം തീയതി ഞാനും വൈഫും കൂടെ എൻ്റെ മദറിൻ്റെ അസുഖമായിട്ട് കിടക്കുന്നത് കാരണം ഹോസ്പിറ്റലിൽ, ആറ്റിങ്ങൽ ഹോസ്പിറ്റലിൽ, ഗോകുലം ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിരുന്നു. രാവിലെ പോയി ഞങ്ങൾ തിരിച്ചെത്തിയത് രാത്രിയാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ റോഡ്. വളരെ യാത്രാക്ഷീണത്തോടുകൂടി വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പത്രം വെക്കാനായിട്ട് ആ ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അതിനകത്ത് പത്രം കൊണ്ടുവെക്കും. അത് പത്രം നനയാതിരിക്കാനാണ് അതിനകത്ത് വെക്കും. ഞങ്ങൾ അത് എടുക്കുകയും ചെയ്യും, ആ പത്രം എടുക്കും. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ഒരു ഇൻറ്റിമേഷൻ ഇരിക്കുന്നു. പോസ്റ്റൽ ഇൻറ്റിമേഷനാണ്. ആ ഇൻറ്റിമേഷനിൽ എഴുതിയേക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പോസ്റ്റൽ എൻവലപ്പ് വന്നു, വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അത് ഇവിടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അത് അവിടെ വന്ന് കളക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് ഒരു വളരെ ഇൻക്വിസിറ്റീവായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ രജിസ്ട്രേഡ് ലെറ്റർ വരാൻ പുതിയതായിട്ടൊന്നും ഇല്ല. പിന്നെ അത് വരണമെന്നുണ്ടെങ്കിൽ നോക്കിയപ്പോൾ അതിനകത്ത് അത് അയച്ച ആളിൻ്റെ പേര് അഡ്വക്കേറ്റ് കെ രാമകുമാർ എന്ന് കണ്ടു. അത് കണ്ടോടനെ എനിക്ക് ഇതെന്താ കാര്യം, വക്കീൽ നോട്ടീസ് അല്ലെങ്കിൽ എനിക്കൊരു അഭിഭാഷകൻ അയക്കേണ്ട കാര്യമില്ല. ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ വക്കീൽ നോട്ടീസ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരേണ്ട കാര്യമില്ല. ഇനി വക്കീൽ നോട്ടീസ് അയക്കാനാണെങ്കിലും രാമകുമാർ എന്ന് പറയുന്നത്, അദ്ദേഹം എൻ്റെ മുമ്പിൽ ചേകന്നൂർ മൗലിക കേസ്, ഞാൻ CBI സ്പെഷ്യൽ ജഡ്ജായിട്ടിരിക്കുമ്പോൾ മുതലുള്ള കാലങ്ങളിൽ എൻ്റെ മുമ്പിൽ ഒരുപാട് കോടതികളിൽ അദ്ദേഹം ധാരാളം കേസുകൾ എൻ്റെ മുമ്പിൽ ആർഗ്യ ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് ആർഗ്യ ചെയ്തത് എൻ്റെ ഓർമ്മ ഒരു ഇലക്ഷൻ കേസായിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, കാണാറുമില്ല. ഇത് കണ്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല. പിന്നെ വല്ല പ്രോഗ്രാമിനൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എന്നെക്കുറിച്ച് മോശമായിട്ട്, നല്ല രീതിയിൽ എന്നെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ അദ്ദേഹം എൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് KLTയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധമല്ലാതെ എനിക്ക് വേറെ അദ്ദേഹമായിട്ട് ബന്ധമൊന്നുമില്ല. നല്ലൊരു അഭിഭാഷകനാണ്, അടുപ്പമുണ്ട്, ഞങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം എന്നാലും ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ഡയറക്ടറി എടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കി. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എൻ്റെ കയ്യിലില്ല. ലാൻഡ് ലൈൻ ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കാൻ, അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ ഇരിക്കുകയാണ്, ജനൻ TV ഏതോ പ്രോഗ്രാമിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു.
അദ്ദേഹം ഈ മകന് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം, അല്ലെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് വേണ്ട സാർ, ഞാൻ വിളിക്കാം, ഞാൻ ഇപ്പോൾ മകന് കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു. അത് മകൻ എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇങ്ങനെ ഒരു കവറ് എനിക്ക് വന്നു, അത് എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ഇൻറ്റിമേഷനാണ് വന്നേക്കുന്നത്. ഇൻക്വിസിറ്റീവായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, അയ്യോ സാർ അത് നോക്കണ്ട സാർ, അത് ഒരു ഊമക്കത്താ, അത് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട്, പല ജഡ്ജിമാർക്കും പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഏത് കിട്ടിയ ചില ജഡ്ജിമാരുടെ പേരും പറഞ്ഞു. ഞാനത് പറയുന്നില്ല, കാരണം അത് അവരുടെ അനുവാദമില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അതും കിട്ടി സിറ്റിംഗ് ജഡ്ജിമാർക്ക്, അവർക്ക് കിട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞ്. അതിനുശേഷം ശ്രീ രാംകുമാർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ഏതോ ജൻ ടി വിന്ന് അതിൽ നിന്ന് മോചിതനായ ഉടനെ എൻ്റെ അടുത്ത് വന്നു, എന്നെ വിളിച്ചു, എന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. എൻ്റെ അടുത്ത് വളരെ കുശലപ്രശ്നമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, അയ്യോ സാർ, ഇത് ഞാൻ അറിഞ്ഞ കാര്യമേ അല്ല, കാരണം ഇതുപോലെ എൻ്റെ പേരും വെച്ചുകൊണ്ട് പലപ്പോഴും പലരും അയക്കാറുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ഇതുപോലെ അയച്ചു. ഞാൻ പറഞ്ഞ് നേരത്തെ ഉള്ളതും എനിക്ക് കിട്ടി. അന്നേരം പറഞ്ഞ് എനിക്ക് നേരത്തെയും ജഡ്ജസിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ അയച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ, കാരണം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നേരത്തെ വന്ന ലെറ്ററിനകത്തൊക്കെ ആ ലാംഗ്വേജിലൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. അത് ശ്രീ രാംകുമാറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അതിനകത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്കതറിയാം, അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് എൻ്റെ പേര് വെച്ച് ഇതുപോലെ ആരാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, ജഡ്ജസിനും ഒക്കെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് സാറിത് എടുത്തങ്ങ് കളഞ്ഞേക്ക്, ഞാനത് അയച്ചതല്ല, ഞാൻ മനസ്സറിഞ്ഞ കാര്യമേ അല്ല ഇത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരുപാട് പേര് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ച വിവരവും പറഞ്ഞു. അതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം വെളിവാക്കി, ഈ വിവരമാണ്, ഇങ്ങനെ ഒരു കത്താ വരാൻ പോകുന്നത്, കാരണം പലർക്കും പല ജഡ്ജസും കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ചോദിച്ചു എന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് ശ്രീ രാംകുമാർ അയച്ചതല്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ അല്ല. ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിട്ട് അയക്കാവുന്നതേ ഉള്ളൂ, എഴുതി വെക്കാം. പക്ഷേ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ വെളിയിൽ ഈ അഡ്രസ്സ് വെക്കാതെ വേറെ ആരെങ്കിലും അഡ്രസ്സ് കാണിച്ചാൽ പോരെ. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ ഊമക്കത്ത് അയക്കുന്ന ഒരാൾ ഇതിനകത്ത് ഈ അഡ്രസ്സ് എഴുതി വെക്കും, സ്ലിപ്പ് വേറെ ആരെങ്കിലും ഒരു അഡ്രസ്സ് എഴുതി വെക്കും. രജിസ്റ്റർ ചെയ്യാൻ, ഒരു ലെറ്റർ രജിസ്റ്റർ ചെയ്യാൻ ഏതെങ്കിലും ഒരു അഡ്രസ്സ് മതിയല്ലോ, ആ രീതി ചെയ്തു വെക്കാം. അതുകൊണ്ട് അദ്ദേഹമാണ് ഇത് ഞാൻ ചെയ്ത്, അദ്ദേഹം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അദ്ദേഹം അല്ല. അപ്പോൾ ഇത് ഞാൻ നോക്കി. പിറ്റേന്നന്തരം ഞാൻ ആ പോസ്റ്റൽ വുമണിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ലേഡി ഇവിടെ പരിചയമുള്ളതായതുകൊണ്ട്, സാറേ ഞാൻ അങ്ങോട്ട് വരണ്ട, ഞാൻ നാളെ ഇങ്ങ് കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു. രാവിലെ അത് അവർ തന്നത് പൊട്ടിച്ച് വായിച്ചു ആ ലെറ്റർ. ഇതാണ് അതിൻ്റെ കവറ്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഈ ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പേജിലുള്ള ഒരു ലെറ്ററാണ്. ഇതിൻ്റെ അടിയിൽ വിനയപൂർവ്വം ഇന്ത്യൻ പൗരൻ, ഇതാണ് കാണിച്ചേക്കുന്നത്. 2/12/25 ഡേറ്റ് വെച്ച് എഴുതിയേക്കാണ്. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് സഖാവ് ഹണി എം വർഗീസിൻ്റെ വിക്രിയകളെന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. അങ്ങനെ സഖാവായിട്ടൊന്നും ഹണി പെരുമാറുമോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എൻ്റെ മുമ്പിൽ ഹണി, ഞാൻ തൃശ്ശൂർ ജില്ലാ ജഡ്ജി ആയിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരു അഭിപ്രായം ഹണിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. അത് അങ്ങനെ എനിക്കറിയാവുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നിട്ട് മുമ്പിലുള്ള SC ഈ കേസിൻ്റെ നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10ാം പ്രതി അപ്രൂവറാക്കി. അതിലെഴുതിയേക്കുന്ന വിവരങ്ങളാണ്. 11ഉം 12ഉം പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ 9 പ്രതികളാണ് ഉള്ളത് അതിനകത്ത്. എന്നാൽ 2018 മുതൽ തുടങ്ങി 2025 ഡിസംബർ 8 വിധി പറയുന്ന ഈ കേസിൽ 7ാം പ്രതി ചാർലി തോമസ്, അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര്, 8ാം പ്രതി ഗോപാലകൃഷ്ണൻ ഏലിയാസ് ദിലീപ്, അത് ദിലീപാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, 9ാം പ്രതി സനിൽ കുമാർ ഏലിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ഈ വിവരമാണ് ഈ കത്തിനകത്തുള്ളത്. എന്നിട്ട് അത് മാത്രമല്ല, പിന്നെ എഴുതിയത് തൻ്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കി സഖാവ് ഹണി എം വർഗീസ് 8ാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് 8/12/2025 പറയുവാൻ പോകുന്നത്.
എനിക്കത് ഒരു വലിയ വിശ്വാസമുള്ളൊരു കാര്യമല്ല. ഒന്നാമത് ഈ ഷെർലി എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷെർലി എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ എനിക്ക് വേറെ അറിയില്ല. ഷെർസി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സഹപ്രവർത്തക ഉണ്ടായിരുന്നു, ഷെർസി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, റിട്ടയർ ചെയ്തു പോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയില്ല. അത് ജഡ്ജ്മെൻ്റ് എഴുതാൻ മാത്രമല്ല, ഒരു ജഡ്ജ്മെൻ്റ് എഴുതാനുള്ള കഴിവ് ഹണി വർഗീസിനില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഹണിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ ഈ അനുഭവത്തിൽ എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തൻ്റെ ഇനി ഷെർലിയെ കൊണ്ട് എഴുതിപ്പിച്ചു. ഈ ഉത്തരവ് അങ്ങനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ്. അങ്ങനെ കച്ചവടം ഉറപ്പിക്കുന്നതൊക്കെ ആ ശീലമൊന്നും ആ ലേഡിക്കുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി എന്ന നിലയിൽ ഒരുപാട് വിക്രിയകൾ കാണിച്ച പോട്ടെ. ഇനി ബാക്കി ഇതിനകത്ത് കുറച്ച് ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരെഴുതിയിട്ടുണ്ട്, അത് ഞാൻ വെളിവാക്കുന്നില്ല. അവരുമായിട്ടുള്ള അടുപ്പം കൊണ്ടും അവരുടെ അനുഗ്രഹ ആശിസ് കൊണ്ടുമാണ് ഇത്തരത്തിൽ നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾക്ക് ഹണി വർഗീസിനെ പ്രേരിപ്പിക്കുന്നതെന്നും ഒക്കെ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇത് ഈ പറഞ്ഞത്, ഇനി ഇത് ഇപ്പോൾ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷെണായി ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്നതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഇതേപോലുള്ള കംപ്ലൈൻ്റാണ്. ഇത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷന് കിട്ടിയതായിട്ടാണ് പറയുന്നത്. ഏതായാലും ഇത് ഞാൻ ഇനി ഒളിച്ചു വെക്കുന്നത് ശരിയല്ല, കാരണം ഇങ്ങനൊരു വിവരം എൻ്റെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് വെളിവാക്കിയതാണ്. ഇത് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ഇതിൽ ഇങ്ങനെ ഈ പ്രതിയൊക്കെ വെറുതെ വിടുന്നു എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. ഇത് പലപ്പോഴും പലർക്കും, അതായത് ഏതെങ്കിലും അഭിഭാഷകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ട്സ് ബന്ധപ്പെട്ട ഫാക്ട്സ് അറിയാവുന്ന ആർക്കെങ്കിലും അവർക്ക് അവരുടെ ഊഹാപോഹങ്ങളാകാൻ സകല സാധ്യതയുണ്ട് ഇതിനകത്ത്. കാര്യം ഒരാളെ ഒരു പ്രതിയെ വിടുക എങ്ങനെ അതങ്ങ് പറയാം പലപ്പോഴും. പക്ഷേ ഇതിങ്ങനെ വന്ന് പറഞ്ഞെന്നുള്ളത് ഇതിന് മുമ്പേ കൂട്ടി ഇത് എന്നെ അറിയിച്ചെന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ വിവരം മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് എന്താ എവിഡൻസ് ഉള്ളതെന്ന്, ദിലീപിനെതിരെ എന്ത് എവിഡൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഗൂഢാലോചനയാണ് പറയുന്നത്. ഗൂഢാലോചനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എൻ്റെ മുമ്പിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഗൂഢാലോചന തെളിഞ്ഞ കേസുകൾ വളരെ കുറവാണ്. കോൺട്രാക്റ്റ് എവിഡൻസ് ഉള്ള കേസ് പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അട്ടക്കുളങ്ങര കബീർ വധം, ആ കേസിനകത്ത് ഈ ഗൂഢാലോചന തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കരാട്ടെ ഫറൂഖ് എന്ന് പറയുന്ന ഒരാളെ മറ്റൊരാൾ വാടകയ്ക്കെടുത്തു എന്ന് പറഞ്ഞാൽ അവർ വാടക കൊലയാളികളായിട്ടാണ് ഒരു സംഘത്തിനെ, അയാളുടെ സംഘത്തിൽപ്പെട്ട ആളുകളും അയാളും തമ്മിൽ ഗൂഢാലോചന നടത്തി. അതുപോലെ തന്നെ കരാട്ടെ ഫറൂഖും ഈ ഏർപ്പെടുത്തിയ ആളും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാണ് ആ കേസ് പോയത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒന്നും കരാട്ടെ ഫറൂഖിൻ്റെ പ്രസൻസ് പോലും ഈ സീനിനടുത്തുണ്ടായിരുന്നു, വന്ന് കണ്ടുകൊണ്ട് വന്നു ദൂരെ. അതൊക്കെ നല്ല തെളിവുള്ളതാണ്. അതുകൊണ്ട് ആ കേസിനകത്ത് ഞാൻ ഈ കരാട്ടെ ഫറൂഖിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ രണ്ടാം പ്രതി, ഈ ബോംബ് എറിഞ്ഞ ആൾ, അയാൾക്ക് അവന് 19 വയസ്സേ, ഏതാണ്ട് 20 വയസ്സേ ഉള്ളൂ. ഈ സംഭവ സമയത്ത് 19 വയസ്സേ ഉള്ളൂ. അവനെയും ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു. കാരണം ഈ കരാട്ടെ ഫറൂഖിന് വധശിക്ഷ കൊടുക്കേണ്ട ഒരു കേസാണത്, ഞാൻ കൊടുത്തു. പക്ഷേ മറ്റവന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനൊക്കത്തില്ല. ബോംബ് എറിഞ്ഞത് ഈ തലയിൽ കറക്റ്റായിട്ട് എറിയാൻ അവനറിയാം. അവനൊരു ബോംബ് വാങ്ങിക്കാൻ ഈ കരാട്ടെ ഫറൂഖിനടുത്ത് പോയെന്നും, അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്ത്, എനിക്ക് വേണ്ടി ഒരു പണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നുമാണ് അതിനകത്തുനിന്ന് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും അവനും ഞാൻ വധശിക്ഷ കൊടുത്തു. കേരള ഹൈക്കോടതി, എനിക്ക് തോന്നുന്ന എൻ്റെ ഓർമ്മ ജസ്റ്റിസ് കോശിയാണ്, അദ്ദേഹം ആ വധശിക്ഷ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ആ വധശിക്ഷ ശരിവെച്ചു. വേറൊരു ഗൂഢാലോചനക്കാരനുണ്ടായിരുന്നെന്ന് പറഞ്ഞ ആളിനെ അതിനകത്തുനിന്ന് കുറ്റമുക്തനാക്കി. അയാൾക്ക് ഞാൻ ജീവപര്യന്തം തടവേ കൊടുത്തിരുന്നുള്ളൂ. അയാളും കൊല്ലപ്പെട്ട കബീറിൻ്റെ ഒരു വിരോധിയാണ്. ഈ കരാട്ടെ ഫറൂഖും ഇവർ കൂടിപ്പകയുണ്ട് ഇവർ തമ്മിൽ, കാരണം ഗുണ്ട സംഘങ്ങളാണ്, അതിനുമുണ്ട് പ്രശ്നം. ഏതായാലും ശരി, സുപ്രീം കോടതി പോയി. അപ്പോൾ ഇയാളുടെ പ്രായം മാത്രം പരിഗണിച്ച് അവിടെ കൺവിക്ഷൻ, അതായത് കുറ്റം തെളിയിച്ച വിവരം അവർ തർക്കിക്കാനേ പോയില്ല, കൺവിക്ഷൻ ചലഞ്ച് ചെയ്തില്ല അവിടെ. എന്നിട്ട് സെൻറ്റൻസ് മാത്രം ചലഞ്ച് ചെയ്തു. കാരണം മറ്റവന് 19-20 വയസ്സ് ചെയ്യുമ്പോൾ 19 വയസ്സല്ലേ ഉള്ളൂ.
അപ്പോൾ സുപ്രീം കോടതി അവൻ്റെ പ്രായം പരിഗണിച്ച് അവർ ജീവപര്യന്തമാക്കി കൊടുത്തു. ആ കരാട്ടെ ഫറൂഖ് ഈ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു കേട്ടോ, ജയിലിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് തന്നെ വളരെ ദുഷ്കരമാണ്. ഞാൻ പറഞ്ഞത് ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ കോൺക്രീറ്റ് ആയിട്ട് ഉള്ള എവിഡൻസ് വേണം. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് അത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ആണ്. പരസ്പരം ഇതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അറിയൂ. പുറത്ത് നിൽക്കുന്ന ഒരുത്തിന് ഇതിൻ്റെ തെളിവ് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ അതിന് സാഹചര്യ തെളിവുകളാണ് അതിന് എടുക്കാവുന്നത്. അതേപോലെ ഈവൻ ഹിയർസേ എവിഡൻസ് പോലും അതിന് അഡ്മിസിബിളാണ്. ഹിയർസേ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നത് ഞാൻ ഇന്ന പോലെ, മറ്റത് ലവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ അതുപോലും ഇതിന് എവിഡൻസാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എടുക്കാം. പക്ഷേ അതിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എവിഡൻസ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. ബാക്കി അതുകൊണ്ട് ഇതിൻ്റെ മെരിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് എന്തായി ഈ കേസിൽ തെളിവുണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ ഈ ജഡ്ജിമെൻറ്റിനകത്ത് എന്താ പറഞ്ഞെന്നോ. ഈ ജഡ്ജിമെൻറ്റിനകത്തൊന്നും ഒന്നും കേൾക്കാതാണ് ഇതിനെക്കുറിച്ച് ആളുകളിരുന്ന് അഭിപ്രായം പറയുന്നത്. ഈ ജഡ്ജിമെൻറ്റിൽ എന്താ അതിനകത്ത് ഹണിയും വർഗീസ് പറഞ്ഞേക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ. കാരണം ശിക്ഷ വിധിച്ച വിവരവും ബാക്കിയുള്ളവരെ വെറുതെ വിട്ട വിവരവും മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇതെങ്ങനെ അതിനെന്ത് തെളിവൊക്കെ ഉണ്ട്, എന്ത് തെളിവില്ല എന്നുള്ളത് നമുക്കറിയില്ല. അറിയാൻ വയ്യാതെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയാൻ ഒക്കത്തില്ല. ആ ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷമാണെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്താവുന്നതാണ്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എനിക്കും ഈ വിവരം കിട്ടി. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേർക്ക് ഊഹാപോഹങ്ങളാണ്. കാരണം ഈ ഗൂഢാലോചന തെളിയിക്കാൻ ഞാൻ പറയാൻ കാര്യം അതാണ്. ഗൂഢാലോചന തെളിയിക്കുന്ന എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഇതിന് തെളിവ് കിട്ടത്തില്ല എന്ന് ഊഹിച്ച് പലർക്കും എഴുതി വെക്കാം. ഇന്നതുപോലെ ഇന്നാരെ വെറുതെ വിടും എഴുതി വെക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതേപോലെ ഉള്ള ഈ കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ എന്താണെന്നറിയോ, ഇതിൻ്റെ വിധി എങ്ങനെ വെളിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല വിധത്തിലും പോവാം. കാരണം നമുക്ക് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെ പറഞ്ഞു കൊടുത്താണ് ഈ ജഡ്ജ്മെൻറ്റ് അവർ എഴുതി ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുത്തിട്ട് അടിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരൊറ്റ ജഡ്ജ്മെൻറ്റും ആരും അറിഞ്ഞിട്ടില്ല. അതറിയാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വിജിലൻ്റാണ് ഈ കാര്യത്തിൽ. ഒന്നാമത് എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സ്റ്റെനോഗ്രാഫറിനെ ഞാൻ കൊലക്കേസിലെ ആയാലും ഏത് കേസിലായാലും ജഡ്ജ്മെൻറ്റുകൾ കൊടുക്കുള്ളൂ. ഞാൻ അവരെ വളരെയധികം പരീക്ഷിക്കും, എന്നിട്ട് നോക്കും, മനസ്സിലാക്കും. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ഇതേപോലെ പ്രമാദമായ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ പോയിൻറ്റ്സ് ഫോർ ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു പോയിൻ്റ്, അതായത് ഇതൊരു ഹോമിസൈഡാണോ സൂയിസൈഡാണോ എന്നാണ് ആദ്യം ഒരു കൊലക്കേസ് തീരുമാനിക്കുന്നത്. കൊലക്കേസ് ആകുമ്പോൾ ബാക്കി ഞാൻ റേപ്പ് കേസിനെ കുറിച്ച് ഞാൻ പറയാത്തതാണ്, ഞാൻ പറയുന്നില്ല, എന്ന് തീരുമാനിക്കും. ആ പോയിൻ്റ് നമ്പർ 1 ആയിരിക്കും അത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ആ പോയിൻ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതാണ് എവിഡൻസ് എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ. അത് ഞാൻ പലപ്പോഴും പോയിൻറ്റ്സ് 2 2 3 പോയിൻ്റ് അതെ ആയി, അത് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ പോയിൻ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇവർക്ക് ഒരിക്കലും ഇതിന് ഒരു കോർഡിനേഷൻ കിട്ടത്തില്ല, എളുപ്പമൊന്നും. കിട്ടുന്നത് എപ്പോഴായിരിക്കും എന്നറിയോ, അവസാനം ലാസ്റ്റ് ഞാൻ ഈ പറയുമ്പോഴാണ് therefore I find ഇന്നാര് ഗിൽറ്റി ഓഫ് ദ ഒഫൻസ് അണ്ടർ സെക്ഷൻ 302 IPC റെഡ് വിത്ത് സെക്ഷൻ 149 അല്ലെങ്കിൽ 34. ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. ആ ദിവസം ഞാൻ ജഡ്ജ്മെൻറ്റും പറയും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഇത് അല്ലെങ്കിൽ എന്താണെന്നറിയാം, ഇവർ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും അവരടുത്തങ്ങും ആരും പോകാൻ പാടില്ലെന്നുണ്ട്. എൻ്റെ സ്റ്റെനോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നവർ ഇത് ഇവർ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ആരും ചെല്ലാൻ അവർ സമ്മതിക്കത്തില്ല. ഒരൊറ്റ കോട്ട് സ്റ്റാഫും പലരും പതുക്കെ പോവും, അവരൊന്നും അവിടെ പ്രവേശിപ്പിക്കാറില്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ ഈ വിധി പറഞ്ഞു കഴിഞ്ഞ് നാട്ടുകാരറിഞ്ഞിട്ടല്ലാതെ ഈ വിവരം കിട്ടാറില്ലായിരുന്നു. സത്യമാണ്. അതുകൊണ്ട് ഇതവരുടെ ജഡ്ജ്മെൻറ്റ് അവരായിട്ട് പുറത്ത് പറഞ്ഞെന്നോ കച്ചവടം നടത്തിയെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരാളെ പറയാനും പാടില്ല. ഏതായാലും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്, അന്വേഷിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ എഴുതി കിട്ടിയേക്കുന്നവരടുത്തെല്ലാം ചോദിച്ചാൽ എനിക്കറിയാവുന്ന വിവരവും ഞാൻ പറഞ്ഞു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ അങ്ങ് വെളിവാക്കിയത്. ഏതായാലും ഈ ആളുകൾക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഈ വാർത്ത എടുത്തിട്ട് വിളമ്പുന്നത്. ഇതെടുത്തിട്ട് അലക്കാൻ പോവുകയാണ്, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും.